ഹലോ ഗൈസ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ടെക് മീറ്റപ്സിലും ഇവൻറ്റ്സിലുമെല്ലാം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഭാവിയുടെ ഹ്യൂമാനിറ്റിയുടെ വളർച്ചയ്ക്ക് തന്നെ മാറ്റിവെക്കാൻ പറ്റാത്തൊരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എക്സ്പേർട്സ് പ്രഡിക്റ്റ് ചെയ്യുന്ന 2035 ആകുമ്പോൾ AI എനേബിൾഡ് ഇൻഡസ്ട്രീസിൽ നിന്ന് $35 ട്രില്യൺ ആകുമെന്നുള്ളതാണ്. ചെറുകിട കമ്പനികൾ മുതൽ വൻകിട അന്താരാഷ്ട്ര കമ്പനികൾ വരെ AI എനേബിൾഡ് സിസ്റ്റംസ് ഉപയോഗിച്ച് മോർ പ്രൊഡക്റ്റീവ് ആവാനും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനും കഴിയുന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇന്നത്തെ ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്, ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് Edure ലേണിംഗ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ട് പദങ്ങൾ കൂടി ചേർന്നതാണ്. ആർട്ടിഫിഷ്യലും ഇൻ്റലിജൻസും എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ കൂടി ചേർന്നതാണ്. ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസിനെ ബിൽഡ് ചെയ്യുന്ന സയൻസാണ് നമുക്ക് എളുപ്പത്തിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമൻസിനെ പോലെ കാപ്പബിൾ ആയിട്ടുള്ള ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള മെഷീൻസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ടേം US ബേസ്ഡ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ജോൺ മെക്കാർത്തി 1956 ആദ്യമായിട്ട് കോയിൻ ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്തത്. 1969 ഒരു ജനറൽ പർപ്പസ് മൊബൈൽ റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തതാണ് രണ്ടാമത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലുള്ള ഒരു മെയിൻ നാഴികക്കല്ലെന്ന് ടെക്നോളജി മേഖലയിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നു. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ മൈൽ സ്റ്റോൺ നമുക്ക് കരുതാൻ പറ്റുന്നത് 1997 IBM ഡെവലപ്പ് ചെയ്ത ഡീപ് ബ്ലൂ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ അന്നത്തെ ചെസ് പ്ലെയറിനെ വേൾഡ് ചെസ് ചാമ്പ്യനെ തോൽപ്പിച്ചതാണ് പിന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുന്നത്. പിന്നെ 2005 മുതൽ 2019 വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം നമുക്ക് ടെക്നോളജി ഒരുപാട് വളർന്നു. സ്മാർട്ട് ഹോംസും സ്പീച്ച് റെക്കഗ്നീഷനും അങ്ങനെയുള്ള പുതിയ പുതിയ മേഖലകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉതിർത്തെഴുന്നു വന്നു. 2020 കോവിഡ് കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ബൈഡു എന്ന് പറയുന്ന കമ്പനി ഒരു ലീനിയർ ഫോൾഡ് AI അൽഗോരിതം ഡെവലപ്പ് ചെയ്തു. ഇത് മെഡിക്കൽ സിനാരിയോയിൽ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വളരെ വലുതായൊരു നാഴികക്കല്ലായിരുന്നു. കാരണം നോർമലി ഒരു വൈറസിൻ്റെ RNA സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മണിക്കൂറുകൾ എടുത്തിരുന്നു. എന്നാൽ ഈ പറഞ്ഞ ബൈഡു ഡെവലപ്പ് ചെയ്ത ഈ ലീനിയർ ഫോൾഡ് AI ഉപയോഗിച്ചിട്ട് വെറും 27 സെക്കൻഡ്സ് കൊണ്ട് നമുക്കൊരു വൈറസിൻ്റെ RNA സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതുവഴി നമുക്ക് അതിൻ്റെ കോവിഡിന് പ്രതിരോധിക്കാൻ കഴിയുന്ന മരുന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല മുഖേന കഴിഞ്ഞു. 2021 ഏറ്റവും വലിയ നാഴികക്കല്ലെന്ന് പറയുന്നത് OpenAI എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്ത ഹ്യൂമൻസ് ടെക്സ്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ക്വറീസ് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് മുഖേന ഉത്തരം നൽകുന്ന ഒരു ചാറ്റ് GPT എന്നുള്ള ടൂൾ ഡെവലപ്പ് ചെയ്തതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് AI ഫീൽഡിലുള്ള മൈൽ സ്റ്റോൺ നമുക്ക് കരുതാം. ഇനി പറയാൻ വേണ്ടി പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AI കുറിച്ചാണ്. AI നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും: ANI, AGI ആൻഡ് ASI. ANI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്, ഇതിനെ VK എന്നും പറയാറുണ്ട്. നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം 2030 വരെയുള്ള കാലഘട്ടം ANIയുടെ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്കിൽ കേപ്പബിൾ ആയിട്ടുള്ള മെഷീൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ANI എന്ന് പറയുന്നത്. നമുക്കിന്നിപ്പോൾ കാണാം സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഇതിനൊരു എക്സാമ്പിളാണ്. കാരണം സെൽഫ് ഡ്രൈവിംഗ് കാർസിന് ഉള്ള ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടാസ്കിൽ അവർ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അവർ സെൽഫായിട്ട് കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ക്യാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ AGI അല്ലെങ്കിൽ സ്ട്രോങ് AI. AGI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നാണ്. ഇതിന് ഡീപ്പ് AI എന്നും പറയാറുണ്ട്. AGI ഇപ്പോഴും വളരെ ഒരു കോൺസെപ്ച്വൽ ബേസ്ഡ് AI മാത്രമാണ്. കാരണം ഹ്യൂമൻസിനെ പോലെ ക്യാപ്പബിൾ ആയിട്ടുള്ള മെഷീൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് AGI മീൻ ചെയ്യുന്നത്. അതായത് ഹ്യൂമൻസിനെ പോലെ ചിന്തിക്കാനും ഹ്യൂമൻസിനെ പോലെ ഇമോഷൻസ് ഉള്ളതും ഹ്യൂമൻസിനെ പോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ ഉള്ള ഒരു മെഷീനെയാണ് AGI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 2035 കാലഘട്ടത്തിലൊക്കെ ആകുമ്പോഴായിരിക്കും ഇങ്ങനൊരു മെഷീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് എങ്ങനെ ചിന്തിക്കുന്നു, ഹ്യൂമൻസിൻ്റെ ബ്രെയിൻ ഫങ്ഷനാലിറ്റി, കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചൊക്കെയുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ഇൻഡെപ്ത് നോളജ് ഇതുവരെയും ഹ്യൂമൻ ബീയിങ്സിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് റിസർച്ച് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു 10-12 വർഷ കാലഘട്ടത്തിൽ ഹ്യൂമൻസിൻ്റെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചും തിങ്കിങ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ റിസർച്ചേഴ്സും എക്സ്പേർട്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വിശ്വസിക്കാം. മൂന്നാമതായിട്ടുള്ളതാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. 2050 കാലഘട്ടം 2050 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇങ്ങനൊരു മെഷീൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എക്സ്പേർട്സ്, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സ് കണക്കാക്കുന്നത്. ഹ്യൂമൻസിനേക്കാൾ ക്യാപ്പബിൾ ആയിട്ടുള്ള മെഷീൻസ് ഡെവലപ്പ് ചെയ്യുക, അതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് സയൻസിലായിരുന്നാലും മാത്സിലായിരുന്നാലും കെമിസ്ട്രിയിലായിരുന്നാലും ബയോളജിയിലായിരുന്നാലും ഒക്കെ ഹ്യൂമൻസിനേക്കാൾ നോളജുള്ള ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻസിനേക്കാൾ ബെറ്ററായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെഷീൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയാൻ വേണ്ടുന്നത് വൈ AI, കമ്പനികൾ എന്തുകൊണ്ട് AI അഡോപ്റ്റ് ചെയ്യുന്നു, AI കമ്പനികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ഹ്യൂമൻ എറേഴ്സ് എന്നുള്ളതാണ്. അതായത് ഹ്യൂമൻസ് ഒരു റിപ്പീറ്റേറ്റീവായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഒരു ടാസ്ക് ചെയ്താലും എത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിലും അതിൽ എറർ വരുത്താനുള്ള പോസിബിലിറ്റി വളരെ അധികമാണ്. എന്ന് പറഞ്ഞാൽ അതിൽ എറേഴ്സ് വരിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ മെഷീൻസിന് ഇത്തരം കാര്യത്തിൽ എന്തെങ്കിലും ഒരിക്കലും അത് ഡേറ്റ കൊടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിനെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻസിന് അതിൽ എറേഴ്സ് വരുത്താനുള്ള പോസിബിലിറ്റി വളരെ 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 കുറവാണ്. അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഉണ്ടെങ്കിൽ മാത്രം പിന്നീട് അത് എറേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഒക്കെ നമുക്ക് എറേഴ്സ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മിക്ക മാനുഫാക്ചറിങ് കമ്പനി, ഈവൻ മാരുതി സുസുക്കി പോലത്തെ കമ്പനീസിലൊക്കെ അവർ മാനുഫാക്ചറിങ് പ്രോസസ്സിനൊക്കെ ഒരുപാട് AI എനേബിൾഡ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് റിപ്പീറ്റേറ്റീവ് ടാസ്ക്. അതായത് AI ഉപയോഗിച്ചിട്ട് നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക്, അതായത് നമുക്കിപ്പം ഒരു കസ്റ്റമറിനോട് ചെറിയ കൊറി ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ചാറ്റ് ബോട്ട്സ് ഒക്കെ വെച്ചത് മിക്ക കമ്പനി സോൾവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുക, ക്ലസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് എന്താണ് AI കൊണ്ട് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മെഷീൻ ഒരു കാര്യം ഡേറ്റ പ്രോസസ് ചെയ്യുന്ന അത്രയും ഫാസ്റ്റായിട്ട് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം നോർമൽ സിനാരിയോ കാട്ടി ഫാസ്റ്റാണ്, റിലയബിൾ ആണ് AI എനേബിൾഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് അവൈലബിലിറ്റി ആണ്. എപ്പോഴും ഹ്യൂമൻ ബീയിങ്സിന് ഒരു അറ്റ് എ സ്ട്രെച്ച് ഒരു 10 to 12 hours ഒരു വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസമൊക്കെ വർക്ക് ചെയ്ത ഹ്യൂമൻസിന് റെസ്റ്റ് ആവശ്യമുണ്ട്. എന്നാൽ മെഷീൻസിന് അത്തരത്തിലുള്ള റെസ്റ്റിൻ്റെ ആവശ്യമില്ല. അതായത് ഫൈനൈറ്റ് ടൈംസ് 24/7 മെഷീൻസിന് വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് AI എനേബിൾഡ് സിസ്റ്റംസിൻ്റെ അല്ലെങ്കിൽ മെഷീൻസും ഹ്യൂമൻ ബീങ്സും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് AI മേഖലയിൽ എങ്ങനെ നിങ്ങൾക്കൊരു കരിയർ കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ ഇപ്പോഴും AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏർലി സ്റ്റേജസ് ആണ്. എസ്പെഷ്യലി ഇന്ത്യ പോലുള്ളൊരു ഡെവലപ്പിംഗ് നേഷൻസിൽ വളരെ വളരെ ഏർലി സ്റ്റേജസിലാണ്. അപ്പം ഇതിന് ഒരുപാട് ഡിമാൻഡ് നമുക്കിപ്പോൾ ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാനില്ല. സോ അടുത്തൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ മാത്രമേ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഹ്യൂമൻസിനെ പോലെ ക്യാപിറ്റൽ മെഷീൻസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഒരുപാട് ഫണ്ടിൻ്റെ ഇൻഫ്ലോ ഉണ്ട്. ഒരുപാട് റിസർച്ചസ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. AI ബേസ്ഡ് പ്രോഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസിന് $multi-billion ഫണ്ടിങ്സ് ഒക്കെയാണ് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചാറ്റ് GPTയിൽ മൈക്രോസോഫ്റ്റ് $10 billion ഇൻവെസ്റ്റ് ചെയ്ത കഥയൊക്കെ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു മേഖലയിൽ നിങ്ങൾ കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ വളരെ കരിയർ സ്കോപ്പുള്ള ഒരു മേഖലയാണിത്. ഇനി പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു മേഖലയിൽ കരിയർ കെട്ടിപ്പിടിക്കുക, എന്തൊക്കെ സ്കില്ലാണ് വേണ്ടതെന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എസ്പെഷ്യലി ടെക്നോളജി റിലേറ്റഡ് കരിയർ ആണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള നോളജ് മാൻഡേറ്ററി ആണ്. ലൈക്ക് പൈതൺ, ജാവ, R, C++, ഇതൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം. എന്നിരുന്നാലും എൻ്റെ സജഷൻ പൈതൺ പഠിക്കുക എന്നുള്ളതാണ്. കാരണം പൈതൺ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ലോകത്തിലെ മികച്ച കമ്പനീസ് ലൈക്ക് ഫേസ്ബുക്ക്, ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ ഇതെല്ലാം അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. സോ നിങ്ങൾ പൈതൺ പഠിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഫ്രെയിം വർക്ക്, അൽഗോരിതം ക്രിയേറ്റ് ചെയ്യാനും മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. പൈതൻ്റെ അകത്ത് തന്നെ നമുക്ക് SK-learn, TensorFlow, PyTorch, Theanos എന്നൊക്കെ പറയും. അത്ര ലൈബ്രറീസിലുള്ള നോളജാണ്. മൂന്നാമതായിട്ട് നമ്മളെപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത് ഡേറ്റ ആയിട്ടാണ്. അപ്പം നമ്മൾ ഡേറ്റ മാനേജ് ചെയ്യാനുള്ള ടൂൾസ്, അതായത് സ്പാർക്ക് പോലത്തെ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ടൂൾസ് ലൈക്ക് AWS, Azure, GCP പോലുള്ള ടെക്നോളജിയിലുള്ള നോളജ് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് മേഖലയിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എഡ്യൂറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊരു PG കോഴ്സ് ഉണ്ട്. നോർമൽ PG 2 വർഷമാണെങ്കിൽ ഇവിടുത്തെ PG 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഈ ഒരു കോഴ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരും പ്ലേസ്ഡ് ആണ്. അതായത് 100% പ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാം. യു ക്യാൻ കണക്ട് വിത്ത് മീ അറ്റ് 9746211123. സോ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കും. നിങ്ങൾക്ക് ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് പോരാനും ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.